അടുക്കളയിൽ ചാകരയോ? ലടുക്കികളെ ഒന്ന് ശ്രദ്ധിക്കണേ. മേരാ നാം ദുഷ്യന്തൻ. അതായത് ഇന്നു മുതൽ ഈ അടുക്കളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ मेरा नाम चांदनी। അച്ഛാ. मेरा नाम काजोल। രണ്ടാനച്ഛാ. ബഹുത്തച്ഛാ. मेरा नाम करोल। ഞങ്ങളൊക്കെ നാട്ടിൽ ക്രിസ്മസിനാ കരോള്. ഇവിടെ എന്നും കരോളാണോ? ഓ, എന്നെല്ലാം ചേർച്ച. വെളുത്തവാവും കറുത്തവാവും പോലെയുണ്ട്. അതങ്ങനെയല്ല അറിയേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട്. ദുഷ്യന്തന്റെ കാര്യം ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് പോലെ തന്നെ നടന്നു. കൊച്ചു കള്ളി. ഓ, ഇപ്പൊ നുണക്കൊടിയുടെ ഉള്ളിലുണ്ട് ഒട്ടക്കാരന്റെ ഭാര്യയും ദുഷ്യന്തനുമായുള്ള അടുക്കള പ്രണയം ചൂടുപിടിച്ചുകൊണ്ട് കല്യാണത്തിനുള്ള ഫുഡിന്റെ കാര്യം ഒക്കെ വേറെ ഒരു പണിയില്ലല്ലോ അല്ലേ? കുറച്ച് സമയം കിട്ടിയാൽ മതി, അപ്പൊ തുടങ്ങിക്കോളും ചീട്ട് കളിക്കാൻ. ഈ ഫംഗ്ഷന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തൊക്കെ പണിയുണ്ട്. ഇവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കണം, ഓർണമെന്റ്സ് വാങ്ങിക്കണം. ഇതെല്ലാം നോക്കണ്ടേ? വെറുതെ എങ്ങനെ ഇരുന്നാ മതിയോ? ലാസ്റ്റ് ഡേ ഒരു ബാർ സെറ്റപ്പും കൂടി ആയ സൂപ്പറായി. ഓ, നിനക്ക് പിന്നെ വേറൊരു ചിന്തയില്ലല്ലോ, ബാർ മാത്രം. ഓ, സ്വപ്നലോകത്ത് രാജകുമാരി എത്തി. चाची, आप मेरे साथ एक बार आ सकते हैं? क्या हुआ? मुझे आपसे बात करनी है। क्या प्यार? हाँ, पर मैं उससे सिर्फ एक बार मिली हूँ अब तक। एक बार मिली हो ना? हाँ, वही काफी है। पर मैं अपनी दिल की बात उससे कहना चाहती हूँ। एक पुरानी फिल्म है मेरे महबूब, उसमें रफी साहब का एक गाना है। मैं तुम्हें वो लिख के देती हूँ. ദിയ ആ വരികൾ വായിച്ചു പഠിച്ചു. മേരെ മെഹബൂബ് തുझे മേരി മൊഹബത്ത് കി കസം. പവന്റെ മുഖത്ത് നോക്കി ആ ഗാനത്തിന്റെ അർത്ഥം അവൾക്ക് പറയണം. അതിനുവേണ്ടി അവൾ മതില് ചാടാൻ തന്നെ തീരുമാനിച്ചു. പെമ്പിള്ളേര് മതില് ചാടൂ? എന്താ പെമ്പിള്ളേർക്ക് മതില് ചാടിയാല്? ഈ പ്രേമകഥ ഉണ്ടായ കാലം തൊട്ട് മതില് ചാടുന്നല്ല ആണുങ്ങളല്ലേ. ഇതൊരു ചേഞ്ച് ഇരിക്കട്ടെ. കുറെ നേരം പോയിട്ട്. കവലപ്പെടാതെ. കാതലുക്ക് മര്യാദയില്ല, നേരമില്ല, കാലമില്ല. हाय। हाय। एक्चुअली मुझे तुमसे कुछ जरूरी बात करनी है। क्या बताना है? അയ്യോ, ദേ ആരോ വരുന്നു. ओह नो, लगता है कोई आ गया है. मुझे अभी जाना है. ओके, मैं तुमसे बाद में मिलती हूँ. बाद में मिलती हूँ. बाय बाय बाय. पर बात बाय बाय. നല്ലൊരു ചാൻസ് കളഞ്ഞു. ബഡാ ഠാക്കൂർ കണ്ടു കാണും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പെമ്പിള്ളേര് വേണ്ടാത്ത പണിക്ക് പോരുന്നു. വേണ്ടാത്ത പണിയായിരുന്നെന്ന് പിറ്റേന്ന് യാമിനിയുടെ അച്ഛൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. पवन बड़े ठाकुर साहब का इकलौता बेटा है और वो उसका बाल विवाह कर चुके हैं. പവന്റെ വിവാഹം ബാല്യകാലത്തിലേ നടന്നു കഴിഞ്ഞിരുന്നു. ബഡാ ഠാക്കൂർ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകള് പൂനത്തെ കൊണ്ട് പവനെ ബാല്യത്തിലെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോ പൂനം അമേരിക്കയിൽ പഠിക്കുക. പഠനം പൂർത്തിയായി വന്നാലുടൻ ശരിക്കുള്ള വിവാഹം നടക്കും. മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി യാമിനിയുടെ അച്ഛൻ പറഞ്ഞു. പൂനത്തിന്റെ ചേച്ചിയുടെ ദുരന്തം. രാജ്പുത്ത് അല്ലാത്ത മറ്റാരോ ആയി പ്രണയത്തിലായിരുന്നു അവർ. വിവരമറിഞ്ഞ സഹോദരൻ വിക്രം സിംഗ് അവളെ മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട് കൊന്നു. വിക്രം സിംഗ് അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനായിരുന്നു. എന്നിട്ട് നീയൊക്കെ അവന്റെ പുറകെ കൂടി എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്.
പ്രേമത്തിന് കണ്ണില്ലടാ. കറക്റ്റ്. കാതലക്ക് മൂഞ്ചിയേ കിടயாது. അതങ്ങ് തമിഴ്നാട്ടിലെ ഇവിടെ പെണ്ണുങ്ങളും മൂഞ്ചു നോക്കിയേ കാതലേക്ക്. എന്റെ കാര്യം കണ്ടില്ലേ? ഞാൻ പാടാം പ്യ പ്യ ഞാൻ പാടാം. പ്യാമ്പുകൾക്ക് മ്യാളമുണ്ട്, പിറവകൾക്കാവകാശമുണ്ട്, ഞാനിലിടം സമ്മാനം ഇപ്പൊ തന്നെ തരാൻ അടി കിട്ടിയല്ലേ? ഈ ഭഗവാൻ സിംഗിനും ഭാര്യയ്ക്കും വേറെ ഒരു പണിയില്ലേ? അവരുടെ സന്തോഷം ഇതാ. പാവം കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികളില്ല. ആ എത്ര വർഷമായി? 12 വർഷം. 12 വർഷമായി. ഇയാളെങ്ങോടെ ഈ രാത്രി തോക്കുമായിട്ട് പോണ? നായാട്ടിന്. ആഹാ. പകല് മൊത്തം വെള്ളമടി, രാത്രി പുറത്ത് ഹണ്ടിങ്ങിനും പോകും. പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവും? ഞാനെങ്ങാനും ആയിരിക്കണം. ഇവിടെ ഒരു അംഗനവാടി തുടങ്ങിയ അംഗനവാടി അംഗനവാടി ഇവിടെ വാടി. आजा। बड़ी खुश है तू? सुनिए, हाँ। कल रात तुम क्यों आए थे? क्या बताने आए थे? मैं बताती हूँ.
तुम्हारा संगीत तो मुझे समझ में नहीं आया, लेकिन तुम्हारी आंखों से इस गाने का मतलब पता चल गया। मुझे भी तुम्हें कुछ बताना है। बोलिए। मैं पवन, जी पापा, मेरे जाने का वक्त हो गया है। कल मैं घोड़ों के साथ पुष्कर मेला में जाऊंगा। अगर आप वहां आओगे तो मैं आपको सब कुछ बताऊंगा। मैं चलूं? ഞാൻ വരുന്നില്ല. എന്ത്? എനിക്ക് പവനെ കാണണം. എനിക്ക് പുഷ്കറിൽ പോകണം. നിന്നെയൊക്കെ രാജസ്ഥാനിൽ അയച്ചപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചതാ ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കുള്ളൂ എന്ന്. ഏതായാലും ഇത്രയൊക്കെ ആയി. ഇനി ഒരു ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് മതി ബാക്കി. അല്ല, എവിടെയായി പുഷ്കർ? രാജസ്ഥാനിൽ 10-30,000 ഒട്ടകങ്ങള്, കുതിരകള്, വലിയ മേളയാണ് പുഷ്കർ മേള. हर वर्ष कार्तिक मास में ഇത് ലോകത്തിലെ അപൂർവമായ ബ്രഹ്മക്ഷേത്രമാണ്. കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ പുഷ്കർ നദിയിൽ ബ്രഹ്മാവിന്റെ താമരപ്പൂവിന്റെ ഇതളുകൾ വീഴും. അപ്പോ പുഷ്കറിൽ മുങ്ങി നിവർന്നാൽ ഉദ്ദേശിച്ച കാര്യം നടക്കും. उस नदी में